ഫെബ്രുവരിക്ക് 28 വർഷത്തിൽ വരുന്ന പ്രത്യേകതകൾക്ക് കാരണം എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഒരു വർഷം 365 ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. 365 ദിവസം എന്നത് 52 ആഴ്ചയും പ്ലസ് 1, അതായത് 52 × 7 364 പ്ലസ് 1 365. ഓരോ വർഷവും അടുത്ത വർഷം ഒരു ദിവസം മുന്നോട്ടേക്ക് നീങ്ങി വരും. അതായത് ഈ വർഷം ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത വർഷം ചൊവ്വാഴ്ചയായിരിക്കും. ലീപ്പ് ഇയർ അധിവർഷം 366 ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ വർഷം 52 ആഴ്ചയും 2 ദിവസം അധികം ഉണ്ടായിരിക്കും. അതായത് ലീപ്പ് ഇയർ കഴിഞ്ഞ് വരുന്ന അടുത്ത വർഷം 2 ദിവസം മുന്നോട്ടേക്ക് നീങ്ങും. ജനുവരി 1 തിങ്കളാഴ്ചയാണ് ലീപ്പ് ഇയർ എങ്കിൽ ആ വർഷം കഴിഞ്ഞ് വരുന്ന വർഷം ജനുവരി 1 ബുധനാഴ്ചയായിരിക്കും. അതായത് ചൊവ്വാഴ്ചയല്ലാതെ 2 ദിവസം മുന്നോട്ട് നീങ്ങി ബുധനാഴ്ചത്തേക്ക് പോകും. 28 വർഷചക്രം നീങ്ങുന്നത് എങ്ങനെയെന്ന് നോക്കാം. 28 വർഷത്തിൽ 21 സാധാരണ വർഷങ്ങളും 7 അധിവർഷങ്ങളുമാണ് ഉണ്ടായിരിക്കുക. 21 സാധാരണ വർഷം ഒരു ദിവസം മുന്നോട്ട് നീങ്ങിയാൽ 21 ദിവസം. 7 അധിവർഷങ്ങൾ 2 ദിവസം വെച്ച് നീങ്ങുമ്പോൾ 14 ദിവസം. ഇപ്പോൾ 21ഉം 14ഉം 35 ദിവസം. 35 ദിവസം എന്ന് പറഞ്ഞാൽ 5 ആഴ്ചകൾ. 5 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ആദ്യമുണ്ടായിരുന്ന അതേ രീതിയിൽ വീക്ക് ഡേ സൈക്കിൾ നീങ്ങും. അതിനാൽ കലണ്ടർ വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കും. ചില നൂറ്റാണ്ട് വർഷങ്ങളിൽ മാത്രമാണ് ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അതായത് 2100, 2200 അതുപോലുള്ള അതിവർഷം അല്ലാതെ വരുന്ന വർഷങ്ങളിൽ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം.